മുല്ലപ്പെരിയാർ ഉപസമിതി ഇന്ന് അണക്കെട്ടിൽ പരിശോധന നടത്തും. കേന്ദ്ര ജല കമ്മീഷൻ അംഗം UH ഗിരീഷ് അധ്യക്ഷനായ സമിതി അണക്കെട്ടിലെയും ബേബി ഡാമിലെയും ചോർച്ച, വെള്ളത്തിന്റെ ഗുണനിലവാരം എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുക. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 134.1 അടിയായി കുറഞ്ഞു. ജലനിരപ്പ് 142 അടിയായ ശേഷമുള്ള ഉപസമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. അവസാനമായി അണക്കെട്ട് പരിശോധിക്കുമ്പോൾ ജലനിരപ്പ് 140.9 അടിയായിരുന്നു. രാവിലെ അണക്കെട്ടും ബേബി ഡാമും പരിശോധിച്ച ശേഷം കുമളിയിലെ ഓഫീസിലാണ് സമിതി യോഗം ചേരുക. ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ടിലും ബേബി ഡാമിലും ചോർച്ച വർദ്ധിച്ചിരുന്നു. സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ ഇക്കാര്യം കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ചോർച്ചയല്ല, മറിച്ച് വിയർപ്പാണ് ബേബി ഡാമിലെന്ന തമിഴ്നാടിന്റെ വാദം മേൽനോട്ട സമിതി ചെയർമാൻ ഡോക്ടർ LA വിനാഥൻ അംഗീകരിക്കുകയായിരുന്നു. സ്വീപ്പേജിന്റെ അളവിലുള്ള വ്യത്യാസം, വെള്ളത്തിൽ സുർക്കയുടെയും ചുണ്ണാമ്പ് മിശ്രിതത്തിന്റെയും അളവ് തുടങ്ങിയവ ഉപസമിതി വിശദമായി പരിശോധിക്കും. ഉപസമിതിയുടെ സന്ദർശനത്തിൽ എല്ലാ പരിശോധനയും നടത്തിക്കാനാണ് കേരളത്തിന്റെ ശ്രമം. ഉപസമിതി പരിശോധനാ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് കൈമാറും. അണക്കെട്ടിലെ ജലനിരപ്പും സ്വീപ്പേജിന്റെ അളവും പരിശോധിക്കുന്നതിന് മേൽനോട്ട സമിതിയാണ് ഉപസമിതിക്ക് രൂപം നൽകിയത്. കേന്ദ്ര ജല കമ്മീഷൻ അംഗം ഉംബർജി ഹരീഷ് ഗിരീഷ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും 2 അംഗങ്ങൾ വീതമാണുള്ളത്. റിപ്പോർട്ടർ, ഇടുക്കി.